ഈ വീഡിയോ നിങ്ങൾ കൊടുന്നോളൂ. ഞാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് കംപ്ലൈൻറ്റ് ചെയ്തോളൂ. അത്രയും ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. എൻ്റെ അത്ര ഹൈറ്റ് ഇല്ലേ, വീതി നോക്കി, അതുപോലെ ബാക്ക് വീതി നോക്കി. ഏതെങ്കിലും ഒരു കാമ്പിൽ പാല് ഫുള്ളായിട്ടല്ല ഒരു ഹാഫാണ് വന്നതെങ്കിൽ കൂടിയിട്ട് ആ പശുവിനെ ഞാൻ ഉറപ്പായും തിരിച്ചെടുക്കും. ഇതിപ്പോ ഇന്ന് പ്രസവിക്കുമായിരിക്കും അല്ലേ സ്മിത? ഇല്ല, ലക്ഷണം കണ്ടിട്ട് ഇപ്പൊ ഒരു ഇന്നോ നാളെ മറ്റന്നാ 3 ദിവസത്തിന്റെ ഉള്ളിൽ പ്രസവിക്കാനുള്ളൂ. ഇന്ന് മൊത്തം എത്ര പശുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്? 40 പശുക്കളുണ്ട്. 40 പശുക്കളുണ്ട് ഇന്നത്തെ സെയിലിന്. 40 പശുക്കളാണ് നമുക്ക് ഇവിടെ. ഈ ഫാം മലപ്പുറം വളാഞ്ചേരി സ്ഥലത്തുള്ള ഫാമാണ്. ഏകദേശം 40 പശുക്കളാണ് വന്നിരിക്കുന്നത്. എല്ലാ ബ്രീഡും ഉണ്ടല്ലേ? എല്ലാ ബ്രീഡും ഉണ്ട്. HF ജേഴ്സി ക്രോസ്, സിന്ധ് ജേഴ്സി ക്രോസ്, പ്യൂർ HF. ഇതൊക്കെ എത്ര പാല് കിട്ടുമായിരിക്കും ഈ ജേഴ്സി പശുവൊക്കെ? ഇവർക്കൊക്കെ ഒരു 14-15. പക്ഷെ നമ്മൾ പാൽ ആർക്കും ഇത്രയെന്നൊന്നും പറഞ്ഞ് നമ്മൾ ഗ്യാരണ്ടി ഒന്നും പറയാറില്ല. നമ്മൾക്ക് അറിയാം, കാരണം ഞാൻ അറിയാലോ, ഞാൻ ഓൾറെഡി ഒരു ഫാം കറന്നു കൊടുക്കുന്ന ഒരു ഫാം ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഏകദേശം ഇത്ര പാല് കിട്ടും, ഇന്ന പശുക്കൾ ഇന്ന ക്വാളിറ്റി ആണെന്ന് എനിക്കറിയാം. ആ ഒരു ലെവലിൽ മാത്രമാണ് ഞാൻ പശുക്കളെ എടുക്കുന്നതും നമ്മൾ ഓരോരുത്തരുടെ പറയുന്നത്. പക്ഷെ പാൽ ഇത്ര കിട്ടുന്നൊന്നും ഞാൻ ആരോടും അഷ്യൂർ ചെയ്ത് പറയാറില്ല. പാലിന്റെ കാര്യത്തിൽ നമ്മൾ ഉറപ്പ് പറയത്തില്ല. പക്ഷെ ബ്രീഡ് ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് സ്മിതയുടെ പുറയിലൊരു പശു വയ്ക്കുക. സ്മിതയേക്കാളും വലിയ പശുവാണ്. അത് പറയുക. ഇത് കടിഞ്ഞൂലാണോ? അതോ അല്ല, ഇത് കടിഞ്ഞൂലാണ്. ഇത് കടിഞ്ഞൂര് പശുവാണ്. കടിഞ്ഞൂര് പശുവാണ്. അടിപൊളി പശുവാണ്. അതായത് നമ്മൾ ഈ വളാഞ്ചേരി മലപ്പുറം ഈ ഭാഗം, അതായത് കൂടുതലും ഇവിടെ വീട്ടിലുള്ളവരിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ തുടങ്ങാൻ തന്നെ കാരണം അതാണ്. പാലക്കാടാവുമ്പോൾ എല്ലാവരും നമ്മളടുത്ത് പറയും കൊല്ലം കോട്ടയം അവിടെ നിന്നൊക്കെ വന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്നുള്ളവർക്ക് ഓരോന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ കൊമ്പ് പശുക്കളോടാണ് കൂടുതൽ. മോഴപ്പശു വേണം, പക്ഷെ കൊമ്പ് പശുവും കൂടുതൽ താല്പര്യമുണ്ട്. ട്രെൻഡ് അനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്യണം. പശുവിന്റെ സൈസ് നോക്കണം. ഗംഭീര പശു. ഇതൊക്കെ എന്തായാലും ഒരു 20+ ഉള്ള പശു ആയിരിക്കുമല്ലോ. 20+ കിട്ടണം. നമ്മുടെ എക്സ്പീരിയൻസിൽ 20-22 ഒക്കെ കിട്ടണം. നമ്മളിവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്? ഗ്യാരണ്ടി ഞാൻ 4 കാമ്പ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പ്രസവിച്ച അപ്പം തന്നെ നിങ്ങൾ കറന്ന് നോക്കുക. ഏതെങ്കിലും ഒരു കാമ്പിൽ പാല് ഫുള്ളായിട്ടല്ല ഒരു ഹാഫാണ് വന്നതെങ്കിൽ കൂടിയിട്ട് ആ പശുവിനെ ഞാൻ ഉറപ്പായും തിരിച്ചെടുക്കും. എല്ലാരും ഗ്യാരണ്ടി പറയും അതുപോലെയാണോ? ഇല്ല, ഞാനിത് ആരാണെങ്കിലും അല്ല, ഈ വേർഡ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ കൊടുന്നോളൂ. ഞാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് കംപ്ലൈൻറ്റ് ചെയ്തോളൂ. അത്രയും ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. ഗ്യാരണ്ടി ആയിട്ട് പൈസ തിരിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ പശുവിനെ തരും. പക്ക 100%. അതായത് ഇപ്പൊ ഈ ഒരു കടിഞ്ഞൂൽ പശു ആണെങ്കിലും രണ്ടാം പേർ ഏത് എന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന 10 പശു എടുത്താലും 1 പശു എടുത്താലും 9 പശു എടുത്താലും ആ പശുവിന് ഏതെങ്കിലും ഒരു കാമ്പില് പാല് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, 4 കാമ്പിലും പാല് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണെങ്കിലും പ്രസവിച്ച് അപ്പം തന്നെ നിങ്ങളിത് അയച്ചു തരാം. 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ട് അതിന് ഞാൻ ഇതാവില്ല. അന്ന് തന്നെ എനിക്ക് ഒന്നും വീഡിയോ, ചിലപ്പോൾ കോള് ഒരുപാട് എനിക്ക് വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ. പക്ഷെ നിങ്ങൾ അപ്പം തന്നെ വീഡിയോ എടുക്കുക, എനിക്ക് എൻ്റെ ഫോണിലേക്ക് അയക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ നിൽക്കുന്ന ഈ പശുക്കളൊക്കെ ഉണ്ടോ? അതാണ് എല്ലാ ബ്രീഡ് ഐറ്റംസും ഉണ്ട്. ഇപ്പറത് വേറെന്നത് ഒരു ഇന്ത്യൻ ബ്രീഡ് ക്രോസ് ആണ് തോന്നുന്നല്ലേ നിൽക്കുന്നത്. ഇത് ക്രോസ് ബ്രീഡ് പശുവാണ്. ഇത് കടിഞ്ഞൂലാണോ? കടിഞ്ഞൂലാണ്. ശരി. ഇത് പക്ഷെ ഞാൻ വാങ്ങിയതല്ല, ഇത് ഇവിടെ ജനിച്ചു വളർന്നുണ്ടായ ഒരു കുട്ടിയാണ്. നാട്ടിൽ ജനിച്ച പശുവാണ്. ഇത് എന്റെ ഫാമിലിട്ടായ കുട്ടിയാണ്. ഓ, അടിപൊളി. ശരി. അതുകൊണ്ടല്ലേ ഞാൻ അടുത്ത് പോയി നിന്നിട്ട് ഒന്നും കാണിക്കാത്തത്. ശരി. വലിയ ചൊറയൊന്നുമില്ല നിൽക്കുന്നല്ലേ? അതെ. ഇതിപ്പോ ഇവിടെ കൊടുക്കാൻ നിർത്തിക്കല്ലേ? കൊടുക്കാൻ ഒരു മോഹവലയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. ഇത് മാത്രം മോഹവലയാണ് നിർത്തിയിരിക്കുകയാണ്. കൊടുക്കണം എന്നല്ല, ഇത് ഞങ്ങളുടെ ഫാമിന്റെ ഒരു ഐശ്വര്യമാണ്. അതെല്ലേ? ഇത് എത്ര പാലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും? ഇതിന്റെ ഞാൻ ഉറപ്പ് പറയാം. ഇതിന്റെ അമ്മയ്ക്ക് കടിഞ്ഞൊല്ല് 18 ലിറ്റർ പാല് കറന്നിട്ടുണ്ട്. കടിഞ്ഞൊല്ല് 18 കറന്നിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രസവത്തിലത്തെ കുട്ടിയാണ് ഇത്. ശരി. അപ്പൊ എന്തായാലും തള്ളയുടെ ഗുണം എന്തായാലും കാണിക്കാതിരിക്കില്ലല്ലോ. കുറച്ചെങ്കിലും 90% കാണിക്കാതിരിക്കില്ല. അപ്പോൾ നല്ല അടിപൊളി പശുക്കൾ മലബാർ ഏരിയ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ഫാമാണ് കേട്ടോ. മലബാർ ഏരിയ ഉള്ളവർക്ക് ഇതാ പശുക്കളുടെ ക്വാളിറ്റി നോക്കിയെടുക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 4 കാമ്പിനും ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പശുക്കളെ തരുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നല്ല കിടിലം പശുക്കൾ ഇതാ വീണ്ടും കാണിച്ചു തരാം. കിടിലം പശുക്കൾ വേണ്ടവർക്ക് വീഡിയോയുടെ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വളാഞ്ചേരിക്ക് വന്നാൽ മതിയല്ലോ. തീർച്ചയായും വളാഞ്ചേരിക്ക് വന്നാൽ മതി. പിന്നെ പാലക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ 2 ഫാമുണ്ട്. നമുക്ക് കച്ചവടത്തിനായിട്ട് 2 ഫാമുണ്ട്. അപ്പോൾ ഒന്നിൽ ആയില്ലെങ്കിൽ നമുക്ക് ഒന്നിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിശ്വസിച്ച് വരുന്ന കർഷകർ ഈ ഒരു ഫാം മാത്രം ആശ്രയിച്ച് വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള അത്രയും പശു വേണം. പശു ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോവില്ല